ജുബ്ബക്കാരും കുറെ പ്രശ്നം ഉണ്ടാക്കുന്നത് കേരളത്തിൽ. 2 ജുബ്ബാണ് പ്രധാന പ്രശ്നം. ജുബ്ബ പലതും മാനിക ജുബ്ബ നല്ല ജുബ്ബാണ്. ഈ പഴന്മാർക്കൊക്കെ അവിടെ പോയി അടുപ്പിച്ചുകൊണ്ടല്ലേ. ഇപ്പോ സുകുമാർ അഴീക്കോടൊക്കെ അന്ന് പറഞ്ഞ വർത്താനം, സുകുമാർ അഴീക്കോടൊന്നും കാണുന്ന പോലെയല്ല അല്ലേ. മൂർഖന്റെ വിഷമുള്ള ഞാഞ്ഞൂലുകൾ അങ്ങനെ രംഗത്ത് വന്നിട്ട് നമ്മുടെ നേതാക്കൾക്കെതിരെ ലീഗിന് വിദ്യാഭ്യാസം കൊടുത്തത് കട്ടായിപ്പോയി എന്നാ പറഞ്ഞത്. അപ്പോഴാണ് അബ്ദുൾ റബ്ബിന് വിദ്യാഭ്യാസം കൊടുത്തത് കട്ടായിപ്പോയി എന്ന് പറഞ്ഞപ്പോഴാണ് പടച്ച റബ്ബ് ഇ അഹമ്മദിന് കേന്ദ്രത്തിലും കൊടുത്തത്. അല്ലേ, റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ ഡിവൈഎഫ്ഐ ഉപരോധം. ഞാൻ അത്ഭുതപ്പെട്ടു. മിനിഞ്ഞാന്ന് വരെ ഈ സാധുക്കളെ നേതാക്കളാണെങ്കിൽ ഉപരോധത്തിന്റെ ആവശ്യമില്ല. +2 അപാകതക്കെതിരെ അബ്ദുൾ റബ്ബിനെ ഉപരോധിക്കാൻ വേണ്ടി SFI ഒരു തീരുമാനം വന്നു. 1.5 മാസമായിട്ടുള്ളൂ നമ്മുടെ ഭരണം വന്നു. +2 പരീക്ഷ എഴുതുമ്പോൾ ദേവിയാണ് വിദ്യാഭ്യാസ മന്ത്രി, മാർക്ക് ഇടുമ്പോഴും ദേവിയാണ്, റിസൾട്ടിന്റെ ചാർട്ട് തയ്യാറാക്കുമ്പോഴും ദേവിയാണ്. അത് വിളമ്പാൻ നേരത്തില്ലേ വെച്ചത് പേര്, അടുപ്പുണ്ടാക്കിയത് പേര്, വെള്ളം ചൂടാക്കിയത് പേര്, അടുപ്പത്തിട്ടത് പേര്. പക്ഷേ അത് സപ്ലൈ ചെയ്ത ആളോട് സ്വകാര്യത്തിൽ നാട്ടിൽ മനസ്സിലാവില്ല. രാജ്യത്ത് ജനപ്രബുദ്ധിമാന്മാരാ മനുഷ്യന്മാർ പോയിട്ട് എല്ലാവരും മാർക്സിസ്റ്റം തന്നല്ലോ. ഇവരാരാ? നമ്മുടെ മന്ത്രിമാർക്ക് യോഗ്യത പോരായ്മ പറയാ. നമ്മുടെ കൂടുതൽ മന്ത്രിമാരെ യോഗ്യത ഓരോന്നും വണ്ടി നോക്കി. മോശക്കാരാണോ? MA ഡബിളുള്ള ആളുകളുണ്ട്. സമരാനിക്കൊക്കെ എത്ര MA ഉണ്ട്? നമ്മൾ കൂടുതലും ഡോക്ടർ വരെ ഇതുവരെ കൂടുതൽ വൈദ്യരുണ്ടോ? ആ ബാലവൈദ്യർ മരിച്ചതിന് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. എന്തായിരുന്നു അയാളെ ക്വാളിഫിക്കേഷൻ? 4ാം ക്ലാസ് മുസ്ലിം സൈനിക. അയാളെ പറ്റി ഒരു പ്രമാണം പറഞ്ഞില്ലല്ലോ. ഇയാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത് ശരിയായില്ല എന്ന്. ഇയാൾക്ക് യോഗ്യത പോലെന്ന് പറയാൻ ആരെയും ഞങ്ങളൊരു മാളത്തിൽ നിന്നും തലയിട്ട് നോക്കുന്നതായി അനുഭവപ്പെട്ടില്ലല്ലോ. അവിടെയാ മനസ്സിലാക്കേണ്ടത്. ഇതൊരു വിരോധമാണ്. ഇതിന്റെ വിരോധം ഞങ്ങൾ അധ്വാനിച്ച് നേടിയതാണ്. എല്ലാ ശത്രുക്കളോടും അടരാടിയിട്ട് മേഖലയിൽ ഞങ്ങളുടെ അമീറിനെ തോൽപ്പിക്കാൻ വരാത്തവരുണ്ടോ? അജിത് 2 തവണ വന്നു, അച്യുതാനന്ദം വന്നു, ഒബാമല്ലാതെ എല്ലാവരും വന്നു. അതൊക്കെ അതിജയിച്ചുകൊണ്ടാണ് ഏറ്റവും വലിയ ലീഡിനെ പള്ളിക്കിടമത്ത് കുഞ്ഞാലിക്കുട്ടി എന്ന കേരള രാഷ്ട്രീയത്തിന്റെ സെന്റർ ഫോർവേഡ് ഞങ്ങളുടെ നേതാക്കന്മാരായി അമീറന്മാരായി വന്നു. ഞാൻ പറയാറുണ്ട്, നമ്മളെ കൊടുത്ത ടീം നല്ല 2020 ടീം, എന്തൊരു നല്ല ടീമല്ലേ. മോശമൊന്നല്ലല്ലോ. നമ്മളെ പറ്റി ആർക്കാ പറയാൻ സാധിക്കുക? എന്തെങ്കിലും പറയാൻ സാധിക്കൊന്നും വേണ്ടേ ഈ നാട്ടിൽ? സ്മാർട്ട് സിറ്റി കരാറിൽ നമ്മളിട്ട ഒപ്പ് ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് അറബികൾ നിൽക്കുന്ന രംഗം. MA യൂസുഫ് അലിയും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഉമ്മൻചാണ്ടിയും ഒക്കെ ഇപ്പൊ സ്മാർട്ട് സിറ്റിയുടെ ചർച്ചയ്ക്കിരിക്കുന്നത്. വഴി അബ്ദുറഹ്മാനൊക്കെ വരുമ്പോൾ ഒരു സന്തോഷമുണ്ട്. നേരെ മറിച്ചോ അച്യുതാനന്ദനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് സ്മാർട്ട് സിറ്റിയുടെ കരാർപ്പെടാമെന്ന് ഇയാൾ എത്ര നിരുത്സാഹപ്പെടുത്തി. ഞാൻ KMCCക്കാരെ പേരിൽ വെച്ച് പറയാം. ഇയാളൊക്കെ പറഞ്ഞതെന്താ? അറബികൾക്ക് ഈ നാടിന്റെ മണ്ണും കൊടുക്കില്ല, വെള്ളവും കൊടുക്കില്ല. പ്രമാണി കേട്ടോ, അറബികളെങ്ങാനും ഒരു വർത്താനം പറഞ്ഞാൽ കെട്ടും കെട്ടി മലയാളികൾക്കും കൊണ്ട് പോന്നാൽ ഈ നെവിലിനും ഈ അയ്യപ്പമ്പളക്കും ഈ യത്തീംഖാനും എല്ലാ പരിപാടികളും നിൽക്കുള്ളൂ. അവിടുന്ന് അറബികൾ ഇതുപോലൊന്നും പറഞ്ഞാൽ അന്ന് ഒരുപാട് മെനക്കെട്ടിട്ട് എന്താ കാര്യം? ഈ അച്യുതാനന്ദൻ പറയുന്നത് ഫരീദ് അബ്ദുറഹ്മാനും തിരിയില്ല, ഫരീദ് അബ്ദുറഹ്മാൻ അച്യുതാനന്ദൻ. സാധാരണ ഭൂമിയിൽ നിൽക്കുന്ന എല്ലാ മലയാളികളെയും ഏകദേശം അറബികൾക്കൊക്കെ തിരിയും. പോട്ടെ, നന്ദി കേട്ടാ ഒരു 10 ദിവസത്തേക്ക് വിട്ടാറൊക്കെ പറയുന്നത് നന്ദിപ്പെട്ട അങ്ങനൊക്കെ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടങ്ങനെ അറബികൾക്ക് ഏകദേശം മലയാളത്തിൽ തിരിയും. അച്യുതാനന്ദൻ പറയാനൊക്കെ തന്നെയല്ലേ. ഇത് ഇംഗ്ലീഷിൽ പറയണമല്ലോ. ഔട്ടൊന്നും കൊല്ല ഒരാഴ്ച എന്തെങ്കിലും പറയുന്നൊരു സമയത്ത് അല്ലേ നെറ്റിലൊക്കെ ഫോൺ ചെയ്യണമായി കുറേ പിന്നെ ബോഡിയുണ്ട് ഓഫാക്കി വേണ്ടി ഇയാൾ വല്ല പ്രസംഗത്തിലും ഇയാളിങ്ങനെ നിന്ന് ആടുന്നത് പാട്ടാണോ ഗെയ്ത്താണോ വയറാണോ ഒരു ബുദ്ധിമുട്ടാവില്ല അല്ലേ. ഇയാൾ വേണം തിരിയില്ല, അറബിക്കും കൊണ്ടും തിരിയില്ല. പക്ഷേ അറബിയോട് യൂസ് വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് വെച്ചിട്ട് എത്ര കാലം അറബിക്ക് ദേഷ്യം പിടിക്കുന്നവർക്ക് അപ്പൊ അറബി ചോദിക്കുന്നത് എത്ര കാലം ഇതിങ്ങനെ നീണ്ടുപോകുന്ന. ഉടനെ അച്യുതാനന്ദൻ പറഞ്ഞു, അദ്ദേഹം പറയട്ടെ എത്ര വർഷം നീണ്ടുപോകുന്നു പറയട്ടെ. അറബി പറഞ്ഞു ഒരു ഹംസസന 5 കൊല്ലത്തിനുള്ളിൽ. അപ്പോൾ ഇയാൾ എന്താണ് ഹംസയെ പറ്റി പറയുന്നത്? ഒരു മനുഷ്യൻ സ്മാർട്ട് സിറ്റി കരാറിന്റെ സർവകക്ഷി യോഗത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഹാപ്പിയായിട്ടിരിക്കാം. കേരളത്തിന്റെ മുഖ്യമന്ത്രി
സന്തോഷത്തിലാണ്. ആ സർവകക്ഷി യോഗത്തിൽ അച്യുതാനന്ദ നിൽക്കുന്ന രംഗം കണ്ടില്ല. ഒരു ഐക്യമിക്ക് ചോരണ്ടായ ഒരു സന്തോഷം മുമ്പിലായി യുദ്ധം കണ്ടാൽ തോന്നാ നമ്മുടെ ഈ അനന്തരാവകാശ വാഹകത്തിനോടൊക്കെ ഉണ്ട്. വാപ്പറ്റി എളിമാർക്ക് അങ്ങനെ പഴയ പെണ്ണുങ്ങളിൽ എന്തെങ്കിലും എഴുതി വെച്ചോ, നമുക്കിതിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു യുദ്ധം ഞാൻ ചോദിക്കട്ടെ. എന്താ ഇതൊക്കെ എത്ര ഒരു ചുരുങ്ങിയ അംഗങ്ങളല്ലേ നിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള അറിവൊന്നും വേണ്ട. നമ്മളൊക്കെ ആ ജുമാക്ക് പോകുമ്പോഴാണ് ഈ 70 നിൽക്കുന്നത്. ഓർമ്മ ഉണ്ടാവുമല്ലോ. അപ്പോഴാണ് നമ്മൾ ജുമാക്കൊക്കെ പോയിട്ട് നെഞ്ഞത്തൊരു കയ്യക്കല പടച്ചോനെ ആ ദുനിയിലായി നമ്മളൊന്നും നാലക്കട്ടെ വെറുതൊന്നല്ല. നമുക്ക് ഈ പടച്ചോന്റെ വിശ്വാസമുണ്ട്. ഇവരങ്ങനെയല്ല. അവർക്ക് ഈശ്വരനിൽ വലിയ വിശ്വാസമൊന്നുമില്ല. കുറച്ച് കാലമായിട്ട് കോടീശ്വരനില്ല. അതൊക്കെ അങ്ങനെ എത്ര കാലം പോകുന്ന ചോദ്യം. 2 കൊല്ലം കിട്ടിയാൽ മതിയോ? ഞങ്ങൾക്ക് 5 കൊല്ലം കിട്ടിയ മേനിയ. കാരണം എന്താ, ഉമ്മൻചാണ്ടി രാവും പകലുവാ വഹിക്കണം. രാവും പകലും പാതിരാവിൽ നട്ടപ്പാതിരക്ക് പത്രസമ്മേളനം നടത്തുന്ന മുഖ്യമന്ത്രിയാണ് അല്ലേ ഉമ്മൻചാണ്ടി. നിങ്ങളെ മുഖ്യമന്ത്രി ഒന്ന് അച്ഛനൊക്കെ ഉറങ്ങിയിട്ടുണ്ടെന്നാണ്. അതാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു 1 രൂപയുടെ അരി ഇപ്പോഴും പ്രശ്നമുണ്ട്. 2 രൂപക്ക് അരി നൽകിയ VS അഭിവാദ്യം കിട്ടിയിട്ടില്ല. കിട്ടാത്ത അരി കിട്ടിയെന്ന് ബോർഡ് ചെയ്ത് ഇപ്പോഴും കാണാം. എന്റെ നാട്ടിലൊരു വയസ്സത്തിൽ പറഞ്ഞത് 2 ചോദിച്ചെടുത്തു പൈസ തന്നാ മതി ലാഭമാണ്. അതിനായിട്ട് കിട്ടിയിട്ട് എന്റെ നാട്ടിൽ കാളി തമ്മിൽ പട്ടികജാതിക്കാരെ പറയും. ആൾക്കാരൊക്കെ പാടുന്നു കൊടുന്നിട്ട് എന്റെ അയൽവക്കത്ത് ചിത്രസക്കാത്തിന്റെ അരി ഇവിടെ ഉമ്മൻചാണ്ടിന്റെ അരി എല്ലാം കഥയുണ്ട്. നാട്ടുകാരിൽ ലണ്ടനിൽ പോയ അറബിയുടെ കയ്യിൽ പാസ്പോർട്ട് വട്ടായിന്റെ പറ്റിയത് എന്നിട്ട് ധൃതി പിടിച്ച് സ്മാർട്ട് സിറ്റിയിൽ ഒപ്പിടുക, ID ഇതെല്ലാം വരണമെന്നില്ല. റേഷൻ കാർഡും ധൃതി പിടിച്ച് ഇറക്കിയപ്പോ അബദ്ധങ്ങളുടെ കലവറ എന്തായിരുന്നു അല്ലേ? മുഹമ്മദ് പിതാവ് 17, റിയാസിൽ മകൻ 24. അതിന്റെ എന്തായാലും കൊച്ചു മക്കളെ മുസീബത്ത് വരാൻ വേണ്ടി ആശയമെന്ന കുറെ ആളുകളുണ്ട്. കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിക്കാൻ വന്ന വിചാരികന്മാരില്ലേ പുതിയ ടീമൊക്കെ? അവർക്കൊക്കെ എന്തല്ല ലക്ഷ്യം? എന്താ ഇവരൊക്കെ ലക്ഷ്യം? നീലങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവര് വലുതാവുമോ? ഇല്ല. ഈ ജമാഅത്തെ ഇസ്ലാമി അങ്ങനത്തെ സുഡാപ്പി അങ്ങനത്തെ ലക്ഷ്യം എന്താ? ലീഗിനെ ചെറുതാക്കണം. അവര് വലുതാവുമോ? ഇല്ല. അവര് പഠിക്കില്ല. എന്റെ നാട്ടിലെ ചെങ്ങായി പത്രങ്ങൾ വായിക്കാണ്ടിരിക്കുമ്പോ ലുലു സെന്ററിന്റെ പേർക്കുന്നു. അയാൾ ആളുകൾ നോക്കിയിട്ട് MA യൂസ് നോക്കിയിട്ട് പറഞ്ഞു പടച്ചോനെ എന്റെ മതിലുണ്ടാക്കും. 2 ദിവസം കഴിഞ്ഞ് പോയാൽ അതേ വഴിയാണ്. അവൻ തിരിച്ചു വരുന്നു. എന്നാ യൂസഫ് അലി എന്റെ മൈലികൾ ഇവർക്കൊക്കെ ലീഗാവാൻ കഴിയില്ല. പക്ഷേ ലീഗിനെ ഇവരെ പോലെയാക്കണം. മുസ്ലിം പേരുകാരന്റെ കുടുംബത്തിൽ നിന്ന് കെട്ടിക്കാര്യം തീർത്തു എന്നതുകൊണ്ടല്ല മാതനിയെ നമ്മൾ എതിർത്തത്. ഈ ചെറുപ്പക്കാരെ വിളിച്ചിട്ട് അയാൾ പറഞ്ഞു, മക്കളെ കാളപ്പിച്ചിരിക്കുന്നു, കയറെടുക്കണം. കാളപ്പൊരിയ മക്കളെ എന്ന് പറഞ്ഞു കൊടുക്കാൻ പാഞ്ഞു നടന്നു. നീലമാസത്തിലെ ചൂടും ഇടവമാസത്തിലെ പേമാരിയും വൃശ്ചിക മാസത്തിലെ കൊടും തണുപ്പും വകവെക്കാതെ ഏറനാടിന്റെ പുലിക്കുട്ടി, മലബാറിന്റെ സിംഹക്കുട്ടി, കുഞ്ഞാലിക്കുട്ടിയും എന്റെ പ്രിയപ്പെട്ട തങ്ങളും, അതുകൊണ്ട് ആ തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഇവർക്ക് മോശക്കാരായത്. ആ പാർട്ടി നമുക്ക് വലിയ വിലയാന്ന് പറഞ്ഞിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ എന്തായി സ്ഥിതി കണ്ടില്ലേ? മഴവെള്ളപ്പാച്ചിലിൽ മാർവാടി പെണ്ണുങ്ങൾ അരിപ്പയെടുത്തുകൊണ്ട് സ്വർണത്തിന്റെ തരികൾ അരിച്ചെടുക്കുമ്പോൾ അവരോട് സ്വകാര്യമായി പോയി ചോദിക്കണം, സോദരിമാരെ നിങ്ങൾ ഈ അരിച്ചെടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് PDPയുടെ പൊടി കിട്ടിയോ തരി കിട്ടിയോ എന്ന് ചോദിക്കണം. ആ കോലത്തിലാക്കി ഒരു കൈ കൊടുത്തു. ആക്രമണം മുസ്ലിം ലീഗിനാണ് വേണ്ടത്. ലീഗാണ് നിർത്തുന്നത്. സ്വസമുദായത്തിൽ നിന്ന് വരുന്ന വേണ്ടാത്തരങ്ങൾ നിർത്തും. പൊന്നു സുഹൃത്തുക്കളെ, മുസ്ലിം ലീഗ് പോകുന്ന റൂട്ട് ക്ലിയറാണ്. മുസ്ലിം ലീഗ് ഈ രാജ്യത്ത് നന്മക്കൊപ്പം നിന്ന് പാവങ്ങളെ സഹായിച്ച് അങ്ങനെ കിട്ടിയ വിജയമാണ്. പൊന്നുമക്കളെ, പ്രാർത്ഥിച്ചും പ്രയത്നിച്ചും കൊണ്ട് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിക്കണം. അതിനുവേണ്ടി പുന്നാരപ്പുക്കോയത്തകളും പൂമുത്ത് CH മുഹമ്മദ് കോയ സാഹിബും പൂന്തേൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും മുത്തം കൊടുത്ത് ഹരിതവർണ്ണത്തിന്റെ മാറ്റ് കൂട്ടി പട്ടുട ചാർത്തിയ ഈ പച്ച പതാക ഇടനെഞ്ചിനെ ഇടിക്കു തീരും വരെ നിലത്തിട്ട് ചവിട്ടാൻ ഒരു പ്രമാണിയെയും അനുവദിക്കരുത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.